ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാപന തീയതി 30/5/2026 മുതൽ 30/6/2026 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. നേരിട്ടുള്ള നിയമനമാണ്. OMR പരീക്ഷയിലൂടെ ആയിരിക്കും ഇതിലേക്ക് നിയമിക്കുക. കാറ്റഗറി നമ്പർ 19/2026 ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ട യോഗ്യത SSLC അഥവാ തുല്യത യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ എന്നിവയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ ഈ യോഗ്യതയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുക. ഇനി വേക്കൻസി വരുന്നതും അതുപോലെ സാലറി എന്നിവ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയ്മെൻറ്റ് സഹകരണ സംഘം ക്ലിപ്തത്തിലേക്ക് തിരുവനന്തപുരത്തേക്കാണ് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി. 16,420 മുതൽ 42,670 രൂപ വരെയാണ് സാലറി വരുന്നത്. കളവങ്കോടം SCBയിലേക്ക് ജൂനിയർ ക്ലർക്ക് ആലപ്പുഴയിലേക്കാണ് 2 വേക്കൻസി. ജനറൽ വിഭാഗമാണ്. 12,740 രൂപ മുതൽ 34,320 രൂപ വരെയാണ് സാലറി വരുന്നത്. ഈരാറ്റുപേട്ട എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് CSKയിലേക്കാണ്, കോട്ടയത്തേക്കാണ് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസിയാണ്. ജനറൽ വിഭാഗം 14,270 രൂപ മുതൽ 37,880 രൂപ വരെയാണ് സാലറി വരുന്നത്. ദി ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് സഹകരണ സംഘ ക്ലിപ്തം കോട്ടയത്തേക്കാണ്, ജൂനിയർ ക്ലർക്കാണ്, ജനറൽ വിഭാഗം തന്നെയാണ്. 12,740 രൂപ മുതൽ 34,320 രൂപ വരെയാണ് ഇതിലേക്ക് സാലറി വരുന്നത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് താഴേക്കോട് സർവീസ് സഹകരണ ക്ലിപ്തത്തിലേക്ക് തൃശ്ശൂരിലേക്കാണ്. ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി, SC/STക്ക് 1 വേക്കൻസിയും ജനറൽ വിഭാഗം 2 വേക്കൻസിയും, അങ്ങനെ 3 വേക്കൻസിയാണ്. 14,270 രൂപ മുതൽ 37,850 രൂപ വരെയാണ് സാലറി വരുന്നത്. ചെമ്പ്രശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് മലപ്പുറത്തേക്കാണ് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. 14,270 രൂപ മുതൽ 37,850 രൂപ വരെയാണ് സാലറി വരുന്നത്. ഏറനാട് പ്രാഥമിക സഹകരണ സംഘ കാർഷിക ഗ്രാമവികസന ബാങ്ക് മലപ്പുറത്തേക്കാണ്, ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസിയാണ്, ജനറൽ വിഭാഗമാണ്. ഇതിലേക്ക് സാലറി വരുന്നത് 19,450 രൂപ മുതൽ 51,650 രൂപ വരെയാണ് ഇതിലേക്ക് സാലറി വരുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് പ്രായപരിധിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും EWSനും വിമുക്ത ഭടന്മാർക്കും ഇതിലേക്ക് ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിലേക്കും 50 രൂപ മുതൽ, അതായത് 150 രൂപ അടച്ചതിന് ശേഷം നമ്മൾ വേറെ ഏതൊക്കെ ബാങ്കിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അവിടെ 50 രൂപ വെച്ച് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. പട്ടിക വിഭാഗത്തിനാണെങ്കിൽ 50 രൂപ അടച്ചതിന് ശേഷം ഓരോ ബാങ്കിലേക്കും ആണെങ്കിൽ മറ്റ് ബാങ്കിലേക്ക് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ 50 രൂപ വീതം അധികമായി ഫീസായിട്ട് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 30/6/2026 ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. താങ്ക് യു.